ഇതെന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ചിലയിടത്ത് പനിക്കൂർക്ക എന്ന് പറയും, ചിലയിടത്ത് ഞവരയില എന്ന് പറയും. ഇത് കുഞ്ഞുങ്ങൾക്ക് പനിയൊക്കെ വരുമ്പം നിറകയിൽ നമ്മൾ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാറുണ്ട്. ഇന്ന് ഇത് വെച്ചിട്ടാണ് ഞാനൊരു ഡിഷ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? പനിക്കൂർക്ക ബജ്ജിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഇതാണ് പനിക്കൂർക്കയുടെ ചെടി. 1 കപ്പ് കടലമാവ്, അതിന് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി. അരിപ്പൊടി എടുക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ബജ്ജി നല്ല ക്രിപ്സി ആവാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി എടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ്, 1 നുള്ള് കായപ്പൊടി, 1 നുള്ള് ബേക്കിംഗ് സോഡ. പിന്നെ നമ്മുടെ വീട്ടിൽ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് എരി കുറച്ച് മതിയല്ലോ. അപ്പം അതുകൊണ്ട് അവരുടെ അനുസരിച്ച് 1 നുള്ള് മുളക് പൊടിയും കൂടി ചേർക്കണം. എന്നിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് എല്ലാം കൂടി നന്നായിട്ട് ഒരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അരിപ്പൊടി ആണെങ്കിലും കടലമാവാണെങ്കിലും ഉപ്പാണെങ്കിലും എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ് ഒരു സ്പൂൺ വെച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത്. അതിനുശേഷം ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. വെള്ളം ഒഴിക്കുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ചെടുത്ത് ഒഴിക്കരുത്. കുറേശ്ശെ ഒഴിച്ച് ഇളക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ബാറ്റർ ഭയങ്കരമായി ലൂസായി പോവും. നമ്മുടെ പഴംപൊരിയുടെ ഒരു പരുവല്ലേ മാവ് കുഴയ്ക്കുമ്പം, ആ ഒരു പരുവത്തിലാണ് നമ്മുടെ ബജ്ജിയുടെ മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്. നന്നായിട്ടൊന്ന് പൊങ്ങി കിട്ടുകയും ചെയ്യും നമ്മുടെ ബജ്ജി. ഇനി നമുക്ക് എണ്ണയൊന്ന് ചൂടാക്കി എടുക്കാം. എന്നിട്ട് നമ്മുടെ പനിക്കൂർക്ക ഇല മുക്കി ബജ്ജി ഉണ്ടാക്കുക. എണ്ണ ചൂടായി വന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് 1 തുള്ളി മാവ് ഒരു സ്പൂണിലെടുത്ത് അതിൽ എണ്ണയിലേക്ക് ഒന്ന് ഒഴിച്ചാൽ മതി. അപ്പം നമുക്ക് മനസ്സിലാവും എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടോ. അതിനുശേഷം നമ്മുടെ മാവിൽ ഒരില എടുത്ത് മുക്കി നമ്മുടെ എണ്ണയിലേക്ക് ഇടണം. നെല്ലി പാത്രം എടുക്കണമെങ്കിൽ 1, 2, 3 ഇല ഒരുമിച്ചിടാം. എന്നിട്ട് നന്നായി ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, ഇതിന്റെ ഇല കുഞ്ഞുങ്ങൾക്ക് പനി വരുമ്പോൾ അവരുടെ നെറുകയിൽ, അതായത് ഇങ്ങനെ ഇതിന്റെ ഒരു ഇല എടുക്കും, ഒന്ന് കൈ വെച്ച് നന്നായിട്ടൊന്ന് ഞെരടി കൊടുക്കും. എന്നിട്ട് അതിന്റെ നീരെടുത്ത് നമ്മളെ കുഞ്ഞുങ്ങളുടെ നെറുകയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ അവർക്ക് പനി വേഗം മാറാറുണ്ട്. ഇവിടെ എൻ്റെ മകൾക്ക് ഞാനത് ചെയ്യുന്നുണ്ട്. അവൾക്ക് വളരെ എഫക്റ്റീവാണ് ഈ രീതി. നമ്മുടെ ബജ്ജി ഏകദേശം റെഡിയായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് കോരി എടുക്കാതെ. എന്റെ മകൾക്ക് കൊടുത്തൊന്ന് ടേസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് വരാട്ടോ. എങ്ങനെയുണ്ടെന്ന് അവള് പറയട്ടെ.